ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇത്രയും വിഷയങ്ങളെല്ലാം തന്നെ എളുപ്പമായിട്ട് ലാസ്റ്റത്തെ ഗുഡ് ബൈ പറയേണ്ട ലാസ്റ്റ് സബ്ജക്റ്റ് നമ്മളെ ചതിച്ചിരിക്കുകയാണ് അല്ലേ. ഒരുപാട് സിമ്പിൾ ആവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരു നോർമൽ ഒരു സ്റ്റുഡൻറ്റിന്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഫസ്റ്റ് ആ പാരഗ്രാഫ് തന്നെ വളരെ ഇൻഡെപ്ത് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അമീഗോ ബ്രദേഴ്സിൻ്റെ വളരെ ഉള്ളിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് എല്ലാവരും ടെക്സ്റ്റ് അത്രയും വായിച്ചിട്ടുണ്ടാവണമെന്നില്ല. ദെൻ പിന്നെ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേജിന് നോക്കട്ടെ. ഓക്കെ, സെക്കൻഡ് പേജിലേക്ക് വരുന്ന സമയത്ത് 5 പോയിന്റ് കുഴപ്പമില്ല, ഷിപ്പ് ഓഫ് ദ സ്കൈ കുഴപ്പമില്ല, ഷെല്ലിനോട് സിനോണിമസ് ആയിട്ടുള്ള വേർഡ് ചോദിച്ചിരിക്കുന്നു. അതെല്ലാവർക്കും എഴുതാൻ പറ്റണമെന്നില്ല. ഓക്കെ, എന്തായാലും അത് അത് ആ 8th ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഞാൻ പൊതുവേ നോർമൽ സ്റ്റുഡൻസിനെ പറ്റിയിട്ടാട്ടോ പറയുന്നത്. ആവറേജ് സ്റ്റുഡൻറ്റിന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ്. A+ ലെവൽ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെ അവർ പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടാവും. ഒരു നോർമലായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, എങ്ങനെയൊക്കെ എഴുതി പാസ്സാണെന്ന് വിചാരിച്ച് പോയ ഒരാൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. റിപ്പോർട്ടഡ് സ്പീച്ച് കുഴപ്പമില്ല. ഓക്കെ, ദെൻ 10th വൺ ഹോമോണിംസ് ചോദിച്ചു. അത് എനിക്ക് അറിയില്ല എത്രത്തോളം നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലായി എന്നുള്ളത്. അത് അവിടെ ചോദിച്ചിരിക്കുന്നത് ബാറ്റിന് 2 മീനിങ്ങിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 മീനിങ് ഉണ്ടല്ലോ. ബാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് ബാറ്റും ഉണ്ട്, ദെൻ മറ്റേ വവ്വാല് ബാറ്റില്ലേ, ആ 2 വെച്ചിട്ട് അവരവർ എക്സാമ്പിളോട് തന്നിട്ടുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് അറിയില്ല. അപ്പോൾ അതൊരു വെറൈറ്റി ആയിരുന്നു. നമ്മുടെ ടെക്സ്റ്റിലുണ്ടെങ്കിലും അതൊന്നും ഒറ്റ കൊല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോൾ ആദ്യത്തെ തന്നെ മനമടുപ്പിക്കുന്ന രീതിയിലായിരുന്നു അല്ലേ. പിന്നെ ഇഡിയംസ് കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റത്തെ വൺസിന് ബ്ലൂ മൂണാണ് വരുന്നത്. ഇഡിയംസ് കുഴപ്പമുണ്ടായിരുന്നില്ല. ആൻഡ് സം പീപ്പിൾ സിറ്റ് ഓൺ ദ ഫെൻസ് ആൻഡ് റെഫ്യൂസ് ടു ടേക്ക് എ സ്റ്റാൻസ്, അതും വലിയ കുഴപ്പമില്ല. 12th ക്വസ്റ്റ്യനും കുഴപ്പമില്ലാത്തതായിരുന്നു. ബിക്കോസ് നമ്മൾ പറഞ്ഞ ചോദ്യമായിരുന്നു അത്. അതായത് സ്ത്രീകളാണ് എൻവയോൺമെൻറ്റ് ഡാമേജിനെ പറ്റിയിട്ട് ആദ്യം അറിയുന്നത്, എങ്ങനെയാണ്, ബിക്കോസ് അവരാണ് കെയർ ടേക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതായിരുന്നു. അതും കുഴപ്പമുണ്ടായിരുന്നില്ല. ദെൻ 13th വൺ ചോദിച്ചത് ഇന്ത്യയുടെ എൻവയോൺമെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ഫാമിംഗ് കൾച്ചറാണ് നല്ലത്, റൈറ്റപ്പാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ഇൻഡെപ്തിലുള്ള റൈറ്റപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പോയിന്റ് നമ്മുടെ ആൻസറിൽ ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ആശ്വാസം 4 മാർക്സിന് ബ്ലർബ് ഉണ്ടായിരുന്നു. ബ്ലർബ് കുഴപ്പമില്ല, എല്ലാ സംഭവം തന്നിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതിയായിരുന്നു. ബ്ലർബ് കുഴപ്പമുണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് 4th പേജിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്റ്റാമറിൻ്റെ ലൈൻസ് വന്നിട്ട് അതിൻ്റെ ഐഡിയ ചോദിച്ചിരിക്കുന്നത് കുഴപ്പമില്ല. 16th വൺ പറയുകയാണെന്നുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ്, അത് നമ്മൾ പറഞ്ഞ ചോദ്യമായിരുന്നു, അത് വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. 4 മാർക്സിൻ്റെ അത് എഴുതാൻ പറ്റും. എറേഴ്സ് മേ ബി കുറച്ച് അധികം ഉള്ളതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് എവിടേക്കാണ് എററെന്ന് മനസ്സിലായി കാണണം എന്നില്ല. എറേഴ്സ് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എഴുതാമല്ലോ. 4 മാർക്സിൻ്റേതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ 19th വണ്ണൊക്കെ വളരെ ലാംഗ്വേജ് വളരെ ഡീപ്പായിട്ട് അറിയാവുന്ന ആൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ടീച്ചർ ദേഷ്യം വന്നിട്ടാണ് കുട്ടിയെ അടിക്കുന്നത്. അപ്പോൾ ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. പഠിച്ചവർ മാത്രം പാസ്സായാൽ മതി എന്നുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 6th വണ്ണൊക്കെ ഒരുവിധം ടഫായിരുന്നു. ടഫ് എന്ന് പറയാൻ കാരണം നോർമൽ സിമ്പിളായിട്ട് നേരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇവിടെ ചോദിച്ചത് ഇമാജിനറി കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, പോസ്റ്റൽ അസിസ്റ്റൻറ്റും നിങ്ങളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അത് 6 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ അബൌട്ട് ദ ഓൺട്രപ്രനൽ പ്രോഗ്രാംസ് ഇനീഷ്യേറ്റഡ് ബൈ ഇർഫൻ ആലം ആൻഡ് ഷാഹിൻ മിസ്ട്രി, അത് 4 മാർക്കിനാണ് നമുക്ക് എന്തെങ്കിലും എഴുതി വയ്ക്കാം. 6 മാർക്കിലേക്ക് നമ്മൾ എന്തുമാത്രം എഴുതി വെച്ചാലാ? അത് ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാംസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ നടത്തി പഠിച്ചു പോയ ആൾക്ക് മാത്രം അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ടഫായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇഷ്ടംപോലെ ചോദിക്കാം. അതിലിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ കുറച്ച് പേരെ ഡ്രഗ് പെഡ്ലേഴ്സിനെ ക്യാച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു, ആൻഡ് അതിനെ പറ്റിയിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതും കുറച്ച് ടഫായി. നമ്മുടെ ടെക്സ്റ്റിലുള്ള എന്തെങ്കിലും പറ്റിയിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ 4 മാർക്കിലേക്ക് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. 6 മാർക്കിലേക്ക് നമ്മൾ എഴുതി പിടിപ്പിക്കേണ്ടി വരുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പിന്നെ 23rd ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൈഡ് സ്പ്രെഡ് പാഡി റിക്ലമേഷൻ,
അതായത് പാഡി റിക്ലമേഷൻ തന്നെ ആ വാക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പാടം നികത്തുന്നതാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാടം നികത്തി കളയുന്നത്. അപ്പോൾ അത് വില്ലേജ് ഓഫീസറുടെ അറ്റൻഷനിലേക്ക് ഇതാക്കിയിട്ട് ലെറ്റർ ടു ദ എഡിറ്ററും ലെറ്റർ ടു ദ മേയറൊക്കെ എഴുതുമ്പോൾ ലെറ്റർ ടു ദ വില്ലേജ് ഓഫീസറാണ്. പക്ഷേ ഈ റിക്ലമേഷൻ എന്ന വാക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. പിന്നെ 24th ക്വസ്റ്റ്യൻ വരുന്നത്, 24th ക്വസ്റ്റ്യൻ ടഫായിരുന്നു. ബിക്കോസ് അയാളെ പറ്റിയിട്ട് അറിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. റെസ്പോൺസ് എഴുതണം. റെസ്പോൺസ് എഴുതുമ്പോൾ ഒരു 6 മാർക്കിൻ്റെ നമുക്കൊരു 3-4 മാർക്ക് കിട്ടാൻ പാകത്തിനായിരിക്കും ഒരുവിധം എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടാകുള്ളൂ. കാരണം ഇയാളെ പറ്റിയിട്ട് എത്ര പേർക്ക് അറിയാമെന്ന് തന്നെ അറിയില്ല. ദെൻ 25th ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് 2 ക്യാരക്ടേഴ്സ് ആണ്. വിമൻ എംപവർമെൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് രത്നയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നോമിതയെ പറ്റിയിട്ടും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ടു ദ പോയിന്റ് എഴുതിയില്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് പൊതുവേ ഏറ്റവും എളുപ്പത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ച് ഇത്രയും ടഫാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു പാസ്സാകാനുള്ള മാർക്കിനുള്ള ഈസി ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് പിന്നെ ബാക്കിയത്തേത് ടഫാക്കാൻ പിന്നെ ഉണ്ടായിരുന്നു. ഇത് ക്യാരക്ടർ സ്കെച്ചൊക്കെ എല്ലാവരും സിമ്പിൾ സാധനം പഠിച്ചുകൊണ്ട് പോയതായിരിക്കും. അത് ഇത്രയും ടഫാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എസ്സേ ക്വസ്റ്റ്യൻസ് പിന്നെ കുഴപ്പമില്ല. 3ഉം നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു സ്പീച്ച്, ഭാഗ്യത്തിന് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമ് ചോദിച്ചു. ദെൻ പിന്നെ അതുപോലെ തന്നെ മെൻറ്റിംഗ് കോളുമായിട്ടൊരു കമ്പാരിസൺ. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പമായി. 8 + 8 16 നമുക്ക് കിട്ടില്ലായിരിക്കും അല്ലേ. അപ്പോൾ അത് 8ഉം 16 എന്നുള്ളത് നമുക്കൊരു 12 മാർക്കെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം. ഇവിടെ 12 കിട്ടും. പിന്നെ ഫ്രണ്ട് ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് മാർക്ക് കിട്ടി ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാലേ ഉള്ളൂ. ജസ്റ്റ് പാസ് മാർക്ക് കിട്ടുള്ളൂ. ഈ ഡബിൾ പാസ്സൊക്കെ ഉദ്ദേശിച്ചവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. A+ ആരെയും ഇത് ബാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ട് ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നാൽ ഇത്രയും ടഫായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അത്രയും ടഫായിട്ട് ആ ഒരു ക്യാരക്ടർ സ്കെച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എക്സാം ഇങ്ങനെ നമുക്ക് പണി തരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. ഞാൻ ഭയങ്കര എളുപ്പമായിരിക്കും, അപ്പോൾ നിങ്ങളോടൊരു ഹാപ്പി ആയിട്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ പെടുത്തി കളഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്നുള്ളൂ. എങ്ങാനും നമ്മൾ അറിയാതെ നമുക്ക് ഭാഗ്യവശാൽ മാർക്ക് കിട്ടി നമ്മൾ പാസ്സായാലേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കിത് ഈസിയായിട്ട് തോന്നിയോ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.